അരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 36 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് 100-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി ആളുകൾ ചികിത്സയിലാണ്. അതിൽ തന്നെ പലരുടെയും ആരോഗ്യനില വളരെയധികം ഗുരുതരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട്. അജി, വിജയ് എന്ന സിനിമാ നടനെ നമുക്കറിയാം, വിജയ് എന്ന മനുഷ്യനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടവരാണ്, അദ്ദേഹത്തിൻ്റെ അണികൾ അദ്ദേഹത്തിന് അത്രയും പ്രിയപ്പെട്ടവരാണ്. പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു അപകടത്തെ തുടർന്ന് ഇനി തമിഴക വെற்றிക്കഴകം നടത്താനിരിക്കുന്ന മറ്റു പരിപാടികളൊക്കെ റദ്ദാക്കുമോ? ഇനി ഒരു പക്ഷേ അമൃത റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ തുടർ നടപടികൾ ഏത് തരത്തിൽ എന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണമാണ്. തീർച്ചയായും ജസ്റ്റിസാണ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതി ജസ്റ്റിസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത്. ഏകാംഗ കമ്മീഷൻ അന്വേഷിക്കുന്നു. തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് കോടതി അലക്ഷ്യ ഹർജിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ആ നടപടികളെല്ലാം തന്നെയും നേരിടേണ്ടി വരും, നിയമ നടപടികളെല്ലാം തന്നെയും നേരിടേണ്ടി വരും. അമൃത, ഈ ഘട്ടത്തിൽ തമിഴ്നാട് പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് തുറന്ന വേദി എന്ന നിർദ്ദേശം TVNK സംഘാടകർ അംഗീകരിച്ചിരുന്നില്ല. ആളുകൾ വിജയുടെ വാഹനത്തിനൊപ്പം നടന്നു തളർന്നു. കുടിവെള്ളം ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയില്ല. സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളുമായി പരിപാടിക്ക് എത്തി. ഇതിൽ കുഞ്ഞുങ്ങളെ കാണാനില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസിൻ്റെ ഒരു വേർഷനാണ് അവർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിജയ് എന്തായാലും ഒരു നിയമ നടപടി എന്തായാലും തീർച്ചയായിട്ടും അമൃത ഈ കാര്യത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അജയ്, ഞാൻ നമ്മുടെ സ്ക്രീനിലെ ആ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു. നോക്കൂ, ഒരു അച്ഛൻ ആണെന്ന് തോന്നുന്നു കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം ഹൃദയഭേദകമാണ് അതല്ലേ? തീർച്ചയായും അമൃത, ഒരു അച്ഛന് സ്വന്തം മകളെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്നൊരു വേദന, നമ്മൾ ആ ദൃശ്യം നോക്കൂ അമൃത. ആ ദൃശ്യം എനിക്ക് പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. ഈ ദൃശ്യം തീർച്ചയായും വിജയ് കാണുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടത് വിജയ് തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ നഷ്ടം എങ്ങനെയാണ് നികത്താനാകുക? നമുക്കൊക്കെ ശരിക്കും ഇതൊരു വാർത്തയായി നമ്മളിത് പറഞ്ഞ് ഈ വിഷയം അല്പം സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെയോട് ഇത് മറക്കും. പക്ഷേ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകളെ നഷ്ടപ്പെട്ട വേദന ജീവിതാവസാനം വരെ വരും. അതിൻ്റെ വിടവ് നികത്താൻ പണത്തിൻ്റെ മൂല്യം കൊണ്ട് അതിൻ്റെ വിടവ് നികത്താൻ ഒരിക്കലും കഴിയില്ല. വിജയ് ആ അച്ഛനോട് എന്താണ്, ആ കുഞ്ഞിൻ്റെ അമ്മയോട് വിജയ്ക്ക് എന്താണ് പറയാനുള്ളത്? വിജയിയുടെ പിടിവാശിയും വിജയിയുടെ ധാർഷ്ട്യവും എല്ലാം തന്നെയും വരുത്തിവെച്ച വിന, അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. വരുത്തിവെച്ച വിന എന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ അമൃത. അത്രത്തോളം ഈ അപകടം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കാരണം ഞാൻ പല ഘട്ടങ്ങളിലും ലൈവിലൂടെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. തിരുച്ചിറപ്പള്ളിയിൽ അപകടം നടന്ന സമയത്ത് ഒരാൾ മരണപ്പെട്ടു. അന്ന് ഹൈക്കോടതി കൃത്യമായ താക്കീത് കൊടുത്തു. ജനങ്ങളെ എത്ര തരത്തിൽ ആളുകൾ കൂടുന്ന ഈ സ്ഥലത്ത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണം, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അതെല്ലാം ഒരുക്കിയേ പറ്റൂ എന്ന് കോടതി പറഞ്ഞിട്ട് പോലും ആ കോടതിയുടെ വാക്കുകൾക്ക് പോലും ഒരു വില കൽപ്പിച്ചിട്ടില്ല വിജയ്. നമുക്ക് വിജയുടെ സിനിമകൾ കണ്ട് കൈയടിക്കാം, പക്ഷേ വ്യക്തി ജീവിതത്തിൽ വിജയ് എന്ന് പറയുന്ന വ്യക്തി അത് എത്രത്തോളം പ്രാവർത്തികമാക്കി എന്നുള്ള ചോദ്യമാണ്. വിജയെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നിമിഷമല്ല ഇത്. ഈ അപകടം വരുത്തിവെച്ച വിനയാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത.